ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് നോക്കാം കേട്ടോ. കാരണം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ വരെയുള്ള ക്ലിപ്പിംഗ്സ് മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ സമയം 5:50 വൈകുന്നേരം. ഇത്രയും സമയം ഞാൻ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊരു വ്ളോഗ് ആക്കാം. ഡേ ഇൻ മൈ ലൈഫിന് ഇടയിലുണ്ടല്ലോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് നോക്കാം. അപ്പോൾ ഇന്ന് ഡിസംബർ 14 ഇന്ന് നമുക്കിനി ഈവനിങ് ഒരു 6:30-7 മണി ആകുമ്പോൾ എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ നിന്നൊരു ഗെറ്റ് ടുഗദർ പോലെ, അതായത് എല്ലാവരും ഒന്നും ഇല്ല, ഞങ്ങൾ 3 മക്കളും ഹസ്ബൻഡ് കുട്ടികളും അങ്ങനെ. അപ്പോൾ നമുക്ക് പോകണം, അതിന് പോകണം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. സംഭവം ഇന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഹസ്ബൻഡിൻ്റെ അമ്മ ഇന്നലെ രാത്രി ടൂർ പോയതാണ്. അമ്മേൻ്റെ ഓഫീസിൽ നിന്ന് ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അമ്മ ടൂർ പോയതാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ ഞാനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് വരും. അപ്പോഴത്തേന് ഞങ്ങൾ റെഡി ആവട്ടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കേട്ടോ. മസാല ദോശയാണ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളി വഴറ്റി അപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഉച്ചക്കുള്ള പച്ചക്കായ ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കായ, പച്ചമുളക്, ചെറിയ ഉള്ളി അങ്ങനത്തെ അരിയാണ്. ഈ സമയത്ത് സേനുവിന്റെ ഉപ്പാൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ ഉച്ചക്ക് ഇന്ന് വേറെ കൂട്ടാനായിട്ട് നമ്മൾ തക്കാളി താളിച്ചതും പിന്നെ അമ്മ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാർട്സ്, ചിക്കൻ്റെ പാർട്സ്. അതെടുത്ത് ചൂടാക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്തെങ്കിലും മുട്ട വറുക്കുക, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ രാവിലത്തെ കുക്കിംഗ് മാത്രമാണ് ഈ വീഡിയോസിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി മസാല ദോശന്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഈ മസാല മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് അതിലേക്ക് ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ദോശ ഇപ്പം തന്നെ ഉണ്ടാക്കൂല, ദോശ നമ്മൾ ചൂടോടെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഓൾറെഡി അരച്ച് വെച്ച തേങ്ങ കൊയ്ക്കുക, അതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പിൻ കൂടി ഇട്ട് നമ്മൾ ചട്നി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ എല്ലാ കൂട്ടാനും, അതായത് ചട്നിയും തക്കാളി ചട്നിയും ഉപ്പേരി എല്ലാം ഈ ഒരു ചീനച്ചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം വേറെ കുറേ പാത്രം കഴുകണ്ടല്ലോ വെച്ചിട്ട് ഓരോന്നും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അത് കഴുകി വീണ്ടും അത് തന്നെ വേറെ കൂട്ടം ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് പാത്രം കഴുകണ്ടായി ഞാൻ തന്നെ ഇതൊക്കെ കഴുകണ്ട, അതുകൊണ്ടുള്ള മടി കൊണ്ടാണ്. പിന്നെ ഞാൻ നേരെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. തേങ്ങാ ചട്നിയും തക്കാളി ചമ്മന്തി ആട്ടോ നമ്മളെ മസാല ദോശയുടെ സൈഡായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തക്കാളി ചട്നിക്കുള്ള എല്ലാ സംഭവങ്ങളും വഴറ്റിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ അതിലിട്ട് തന്നെ അരച്ചാൽ മതിയില്ല. അതൊന്നും വേറെ പാത്രം പരത്തണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ നേരെ മിക്സിൻ്റെ ജാറിലിട്ടത്. ഇനി നമുക്ക് നേരെ പച്ചക്കായൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും പറയാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടോളൂ, ഞാൻ അതിങ്ങനെ വോയിസ് കൊടുക്കണ്ടല്ലോ. അങ്ങനെ പച്ചക്കായൻ്റെ ഉപ്പേരി ഇളക്കി മൂടി വെച്ചതിന് ശേഷം നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരി ഇടണം. ആദ്യം അരി കഴുകിയിട്ട് പിന്നെ ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് ഈ അരി ഒന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരിട്ട് അരി വെള്ളത്തിലിടുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുക. അങ്ങനെ കേട്ടോ ഇവിടെ ചോറുണ്ടാക്കൽ. എൻ്റെ വീട്ടിൽ കുക്കറിലാണ് ചോറുണ്ടാക്കൽ. പിന്നെ ചോറ് തിളക്കണ നേരം കൊണ്ട് ഞാൻ പോയിട്ട് പാത്രം കഴുകാട്ടോ. ഞാൻ എത്ര ശ്രദ്ധിച്ച് കുക്ക് ചെയ്താലും ഒരുപാട് പാത്രം കഴുകാണ്ടാവും. ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പാത്രം കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴേക്ക് നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ടായി കേട്ടോ. ഇനി അത് നേരെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഊറ്റിയാൽ മതിയാവും. ഇനി നമ്മളെ ഫുഡൊക്കെ റെഡി ആയി. ഇനി സേനുവിന് ഫുഡ് കൊടുക്കട്ടെ. സേനുവിന് രാവിലെ സെർലാക്കാട്ടോ കൊടുത്തത്. ഒരു 2 സ്പൂണ് ചൂടുവെള്ളത്തിലിട്ട് കലക്കിയിട്ട് അതും എനിക്ക് കൊടുക്കുക. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സേനുവിന് എന്നും സെർലാക്കല്ല കൊടുക്കല്, ധാന്യപ്പൊടി, കായപ്പൊടി, അങ്ങനെ രായിപ്പൊടി അങ്ങനെ എല്ലാം കൊടുക്കലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ സെർലാക്ക കൊടുത്തത്. പിന്നെ അവനെ കുളിപ്പിച്ചിട്ടാണ് ഫുഡ് കൊടുക്കല്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ സേനുവിനെ കുളിപ്പിച്ച് ഫുഡ് എടുത്ത് അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ പോയിട്ട് അടിച്ചു വാരി തുടച്ച് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ മാവ് തുറന്നു നോക്കിയത്. അപ്പം നല്ലതായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തലേദിവസം അരച്ച ദോശമാവാണ്.
അങ്ങനെ നമ്മൾ മസാല ദോശ ഒക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് നമ്മൾ ചോറും അങ്ങനെ കൂട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈവനിങ് പുറത്ത് പോകുമ്പോഴായിട്ട് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മളൊരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഹസ്ബൻഡിൻ്റെ അനിയനും സെയിനും കൂടിയാണ് പോണത്. നമ്മൾ പോണ വഴിയിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ. ചില വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ പോകുന്നത് കോട്ടപ്പടിയിലുള്ള ഷൂ ക്ലബ്ബിലേക്കാണ്. അനിയനും ഹസ്ബൻഡിനൊക്കെ ഷൂ നോക്കണം, ചെരുപ്പ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. മിറർ കണ്ട് നമ്മൾ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഞാനും സെയിനും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി ഓരോ ചെരുപ്പൊക്കെ ഒരു ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റണത് അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റണത് എനിക്ക് പറ്റില്ല. അവസാനം അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഇട്ടോക്കല കണ്ട് അവിടെ നിന്ന് എടുക്കുന്നൊക്കെ തോന്നുന്നു. പക്ഷെ അവർക്ക് ഏതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ചെയ്യുന്ന ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ഇട്ടോക്കണ ഈ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തിട്ടില്ല, എന്താ കാരണം എനിക്കറിയില്ല. പിന്നെ ഈ ഒരു സൺഗ്ലാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു 300-400 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാണാനുള്ള ഒരു ഭംഗി ഞാൻ വെക്കൊന്നുമില്ല, ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീഡിയോ എടുത്തു. പിന്നെ ഇതാണ് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ്. ഇവർക്കൊക്കെ ഈ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ സേനുവിൻ്റെ ഫുഡൊക്കെ വാങ്ങണം, മില്ലിൻ്റെ സംഭവങ്ങളൊക്കെ ഇടണം, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് 3 തരം പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി നേരെ പോണത്, അവർക്ക് ഷൂ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി അവർക്ക് ഷൂ നോക്കാണ്ട് വേറെ കടയിലേക്ക് പോവാണേ. ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് ഗൈസ്. ഒരു രണ്ടാളും കൂടി ഷൂ എടുക്കാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ മറ്റോടത്ത് തന്നെ ഒരിടത്തില്ല. അപ്പോൾ ഒരു ബോറടി. ഞാൻ കാറിൽ തന്നെ ഇരുന്നു. ഓരോരു ഷൂ കണ്ടെച്ചോളൂ, അതവിടെ ഉണ്ടോ നോക്കാൻ പോയതാ. പിന്നെ എന്താണ് അവിടെ തപ്പണം എന്നൊക്കെ മനസ്സിലായിട്ടില്ല. കിട്ടിയിട്ടുണ്ട് തോന്നുന്നുട്ടോ, കയ്യിലുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കണം, വിശക്കുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് പിന്നെ സുഡിയോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഓരവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയും റോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ എത്തിയപ്പോഴേക്കൊന്നും അളയാക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല. അളയാക്ക എറണാകുളത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങണതിൻ്റെ ഒരു കുറച്ച് മുമ്പാണ് അളയാക്ക വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ അളയാക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ. അളയാക്ക വന്നിട്ട് പിന്നെ അളയാക്ക ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാണ്ടായത്. ഓരോടെ ഫുഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 കുട്ടികളെ എടുത്ത് നടക്കുന്നു ഗൈസ്. എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ സേനുവിനെയും പാത്തുവിനെയും ഞാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു അനിയത്തി പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വീഡിയോ എടുത്താൽ കേട്ടോ. പാത്തോന് ഡ്രസ്സ്, ലാസിമിന് കാറ്, എമർജൻസി സ്പ്രേ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നട്ട്സും മുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ഞാനും സെയിനൊക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇട്ട ഡ്രസ്സും നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് അലക്കാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അത്രയും പണി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ അലക്കാനുള്ള എല്ലാ സാധനങ്ങളും കൂടി കൊണ്ടുപോയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലക്കാനുള്ളതൊക്കെ ഇട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ഇരുന്ന് സംസാരിക്കുന്നു. ഇന്നത്തെ പ്രധാന ചർച്ച പറയണത് നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യണം. നമ്മൾ ഈ ഫാമിലി 3 മക്കളും അവരുടെ ഹസ്ബൻഡും ഉമ്മാനും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഊട്ടിക്കാണ് പ്ലാൻ ചെയ്യണത്. ആ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ പിന്നെ വേഗം ഫുഡ് കഴിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി പാത്തുവിനെ നോക്കട്ടെ. പാത്തുവിനെ അപ്പോൾ കുറച്ച് കളിസാമാനൊക്കെ ഇട്ടെടുത്തിട്ട് ബെഡിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേനുവിനെയും അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഓരെല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ഒരു ഡേ ഒരു വലിയ ലോങ് വീഡിയോ ആക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാനത് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോയിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു 9 മിനിറ്റിൻ്റെ അടുത്ത ഈ വീഡിയോസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അലക്കാൻ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, അത് അലക്കിയിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. ഇതിൻ്റെ ഇടയിൽ അളയാക്ക വന്നിട്ടുണ്ടായിരുന്നു. അളയാക്ക ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഊട്ടി പോണ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് ഒരു 11 മണി 12 മണി ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.